അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ LD ക്ലർക്ക് പരീക്ഷയുടെ മുൻവർഷങ്ങളിലെ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സമയമൊട്ടും കളയേണ്ട, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. മക്കളെ, ആദ്യത്തെ ചോദ്യം ഇതാണ്. ഒരു വരിയിൽ ജോണി മുന്നിൽ നിന്ന് 9-ാമതും പിന്നിൽ നിന്ന് 8-ാമതുമായാൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ഒരു സ്ഥിരമായി ആവർത്തിച്ച് കാണുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ജോണി ഒരു വരിയിൽ മുന്നിൽ നിന്ന് 9-ാമതും പിന്നിൽ നിന്ന് 8-ാമതുമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 9ഉം 8ഉം കൂടെ കൂട്ടുക. എത്ര കിട്ടും? 17. അപ്പം മുൻപിൽ നിന്നും ജോണി ഉണ്ട്, പിൻപിൽ നിന്നും ജോണി ഉണ്ട്. സോ ജോണിയെ നമ്മൾ 2 പ്രാവശ്യം എണ്ണി. ജോണി ഒന്നല്ലേ ഉള്ളൂ, അപ്പോൾ ഒരെണ്ണവും കുറച്ചേക്കുക. അപ്പം 17-ൽ നിന്ന് 1 കുറയ്ക്കുക. എത്ര പേരുണ്ട്? 16 പേരുണ്ട്. അപ്പം മുൻപിൽ നിന്ന് ഇത്രാമതും പിൻപിൽ നിന്ന് ഇത്രാമതുമാണ്. ആകെ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ 2 കൂടെ കൂട്ടിയിട്ട് 1 അങ്ങ് കുറച്ചാൽ മതി. സോ 16 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ചോദ്യം. ഒരു ത്രികോണത്തിലെ കോണുകൾ 1:3:5 എന്ന അംശബന്ധത്തിലായാൽ ഏറ്റവും വലിയ കോണിൻ്റെ അളവ്. ഇതാണ് ഒരു ത്രികോണം. ആ ത്രികോണത്തിലെ 3 കോണുകൾ അല്ലേ, 3 കോണുകൾ തമ്മിലുള്ള അളവുകളുടെ തുക. അപ്പോൾ ഒരു ത്രികോണത്തിലെ കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും മക്കളെ 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 1:3:5 എന്ന അംശബന്ധത്തിലാണ് ഈ 180നെ അവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ കോൺ എന്ന് പറയുമ്പം 180 ഇൻറ്റു റേഷ്യോയിൽ വലുതേതാ? 5. സോ 5 ഡിവൈഡഡ് ബൈ 5 3 8 1 9 അല്ലേ. ഈ 1:3:5 എന്ന് പറഞ്ഞാൽ 1/9ഉം 3/9ഉം 5/9ഉമാണ്. 9 എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ 1 + 3 + 5 അല്ലേ. 5 3 8 1 9. അപ്പോൾ 9-ൽ 1 ആദ്യത്തേത്, 9-ൽ 3 രണ്ടാമത്തേത്, 9-ൽ 5 മൂന്നാമത്തേത്. അപ്പോൾ 9-ൽ 1 ഒന്നാമത്തേത്, 9-ൽ 3 രണ്ടാമത്തേത്, 9-ൽ 5 മൂന്നാമത്തേത്. നമുക്ക് വേണ്ടത് ഏറ്റവും വലിയ കോൺ. ഏറ്റവും വലിയ കോൺ എന്ന് പറയുമ്പോൾ റേഷ്യോയിൽ വലുതായിരിക്കും. 5 അല്ലേ ഏറ്റവും വലുത്? അതെ. അപ്പോൾ 9 കൊണ്ട് ഇതിനെ കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 20. 20 × 5 എത്ര കിട്ടും മക്കളെ? 100 ഡിഗ്രി എന്ന് കിട്ടും. സോ ഏറ്റവും വലിയ കോണിൻ്റെ അളവ് എത്രയാണ്? 100 ഡിഗ്രി. അടുത്ത ചോദ്യം നോക്കാം. ഒരാൾ 32 മീറ്ററും 26 മീറ്ററും നീളമുള്ള 2 ഇരുമ്പ് കമ്പികൾ എടുത്തു. എന്തിനാണാവോ? അയാൾ ഈ 2 കമ്പികളും തുല്യ നീളമുള്ള കഷ്ണങ്ങൾ ആക്കിയാൽ ഒരു കഷ്ണത്തിന് വരാവുന്ന ഏറ്റവും കൂടിയ നീളം. അപ്പം തുല്യ കഷ്ണങ്ങളാക്കി എന്നാ പറയുക. അപ്പോൾ 36 അയാൾക്ക് വേണമെങ്കിൽ 4 എണ്ണം വീതം 4 മീറ്റർ ഉള്ളതാക്കാം, അല്ലെങ്കിൽ 16 മീറ്റർ ഉള്ളതാക്കാം എന്നൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ തുല്യ കഷ്ണങ്ങളാക്കി എന്ന് പറയുമ്പം 32 മീറ്റർ നീളമുള്ള കമ്പി ഇതാണെന്ന് വിചാരിക്കുക, ഇതാണ് 26 മീറ്റർ നീളമുള്ളതെന്ന് വിചാരിക്കുക. സോ ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് വരുമ്പം തുല്യ നീളമായിരിക്കണം. അവസാനം വേസ്റ്റ് പോകാൻ പാടില്ല. അവസാനത്തെ പീസും കൃത്യം ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ 32നെ ഹരിക്കുമ്പോൾ ശിഷ്ടമൊന്നും വരരുത്. തുല്യ പീസുകളാക്കണമെങ്കിൽ 32നെ ഹരിക്കുമ്പോൾ ശിഷ്ടമൊന്നും വരാൻ പാടില്ല. അപ്പോഴാണ് ഈക്വൽ പീസസ് ആവുക. അപ്പോൾ ശിഷ്ടം വരാതെ ഹരിക്കണം എന്ന് പറയുമ്പോൾ 32ൻ്റെ ഫാക്ടർ ആയിരിക്കണം, ഘടകമായിരിക്കണം അല്ലേ. ഇതാണ് 32 മീറ്റർ നീളമുള്ളത്. അടുത്തത് ഏതാ? 26 മീറ്റർ നീളമുള്ളത്. അപ്പോൾ 26നെയും ഇതേപോലെ തുല്യ പീസസ് ആക്കണമെങ്കിൽ 26നെ ഹരിക്കുമ്പോഴും ശിഷ്ടമൊന്നും വരരുത് എന്ന് പറയുമ്പം 26ൻ്റെയും ഫാക്ടർ ആയിരിക്കണം. അപ്പോൾ 32ൻ്റെയും ഫാക്ടർ ആയിരിക്കണം, 26ൻ്റെയും ഫാക്ടർ ആയിരിക്കണം. 2ൻ്റെയും ഫാക്ടർ ആകുമ്പോൾ നമ്മൾ എന്തോ പറയും മക്കളെ? കോമൺ ഫാക്ടർ, പൊതുഘടകം. അതിലേറ്റവും നീളം കൂടിയ കമ്പി എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഏറ്റവും വലുത് HCF. സോ 32ൻ്റെയും 26ൻ്റെയും HCF കാണുക. HCF കാണുക എന്ന് പറയുമ്പോൾ ഇതിനെ 2നെ ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ഇവരുടെ 2പേരുടെയും പൊതുഘടകങ്ങളിൽ ഏറ്റവും വലുത് ഏതാണ്? 2 അല്ലേ. അപ്പോൾ ഇനി അത് നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നില്ല. ഇപ്പോൾ HCF പെട്ടെന്ന് 2 കിട്ടുന്നില്ലെങ്കിൽ മാനുവൽ മെത്തേഡിൽ ചെയ്ത് നോക്കുക. 32 26 2നെ ഹരിക്കാൻ പറ്റുന്ന നമ്പർ ഏതാ? 2. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 16. ഇവിടെ എത്ര കിട്ടും? 13 അല്ലേ. 13 2 26, 16 2 എത്ര കിട്ടി? 32. ഇനി ഈ 16നെയും 13നെയും ഹരിക്കാൻ നമുക്ക് ഏതെങ്കിലും പൊതുവായിട്ടുള്ളൊരു നമ്പർ ഉണ്ടോ? 1 അല്ലാതെ ഇല്ല. അപ്പോൾ എവിടെ കൊണ്ട് പരിപാടി നിർത്തുക. സോ ആൻസർ എത്രയാണ്? 2 ആണ്. ഇനി LCM ആണ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 2 × 16 × 13 ചെയ്താൽ LCM കിട്ടും. ഇവിടെ 16നെയും 13നും ഒരു കോമൺ ഫാക്ടർ ഇല്ലാത്തത് കൊണ്ട് എവിടം വരെയാണോ കോമൺ ഫാക്ടർ വരുന്നത് അവിടം വരെ ഹരിക്കുക. ഇവിടെ 2 അല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ HCF എത്രയാണ്? 2. സോ ആൻസർ എത്ര കിട്ടും?
2. ശരിയാണോ മക്കളെ? യെസ്. സോ അടുത്തത് 20-നും 30-നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം. ഓക്കെ, എഴുതി അങ്ങ് നോക്കിയാൽ മതി, വേറെ ഷോർട്ട് കട്ടൊന്നും അതിനില്ല. 20-നും 30-നും ഇടയിൽ 21. എന്താണ് ഈ അഭാജ്യ സംഖ്യ? അതാണല്ലോ ആദ്യത്തെ കാര്യം. അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ എന്തോ പറയും, അതിനെ പ്രൈം നമ്പർ എന്ന് പറയും. എന്താണ് ഈ പ്രൈം നമ്പർ? ഒരു സംഖ്യയെ ഒന്നുകൊണ്ടും ആ സംഖ്യ കൊണ്ടും മാത്രമേ ഹരിക്കാൻ പറ്റത്തുള്ളെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് പ്രൈം നമ്പർ. ഉദാഹരണത്തിന് 2. 2നെ 1 കൊണ്ടും 2 കൊണ്ടും മാത്രമേ പൂർണ്ണമായും ഹരിക്കാൻ പറ്റത്തുള്ളൂ. വേറെ സംഖ്യകൾ കൊണ്ട് ഹരിക്കാം, 0.5 കൊണ്ടൊക്കെ ഹരിക്കാം, പക്ഷേ പോയിൻ്റുള്ള സംഖ്യകളൊന്നും നമ്മൾ എടുക്കത്തില്ല, പൂർണ്ണ സംഖ്യകൾ. അപ്പം 1 കൊണ്ടും 2 കൊണ്ടും മാത്രമേ ഹരിക്കാൻ പറ്റത്തുള്ളൂ. ഹരിച്ചാൽ ശിഷ്ടം 0 കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 കിട്ടണം. അപ്പോൾ അങ്ങനെ ഒന്നും ആ സംഖ്യ മാത്രമേ ഉള്ളൂ എങ്കിൽ, ഒരു സംഖ്യയെ പൂർണ്ണമായും ഹരിക്കാൻ പറ്റുന്നത് ഒന്നും ആ സംഖ്യയും മാത്രമാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് പ്രൈം നമ്പർ. 3 പ്രൈം നമ്പർ ആണോ? അതെ, 1ഉം 3ഉം മാത്രമേ 3നെ ഹരിക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? 3ൻ്റെ ഘടകങ്ങൾ 1ഉം 3 കൊണ്ട് മാത്രമേ 3നെ ഹരിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ 4 പ്രൈം നമ്പർ ആണോ? അല്ല. കാരണം എന്താ? 1ഉം 4ഉം അല്ലാതെ 2 കൊണ്ടും ഹരിക്കാം 4നെ. അപ്പോൾ അതുകൊണ്ട് 4 എന്തല്ല? പ്രൈം നമ്പർ അല്ല, അല്ലേ? അപ്പം ഈ ഇവിടെ 21 പ്രൈം നമ്പർ ആണോ? 1 21 അല്ലാതെ വേറെ വല്ലതും ഉണ്ടോ? ഉണ്ട്. 7 ഉണ്ട്, 3 ഉണ്ട്. അപ്പോൾ ഇത് പ്രൈം നമ്പർ അല്ല. 22 പ്രൈം നമ്പർ ആണോ? അല്ല. ഇരട്ട സംഖ്യകൾ ഒന്നും പ്രൈം നമ്പർ അല്ല. 2 അല്ലാത്ത ഒരു ഇരട്ട സംഖ്യയും പ്രൈം നമ്പർ അല്ല. 23 പ്രൈം നമ്പർ ആണ്. 1ഉം 23ഉം മാത്രമല്ലേ ഘടകങ്ങളായിട്ട് വരുന്നുള്ളൂ. യെസ്. 24 പ്രൈം നമ്പർ ആണോ? അല്ലേ അല്ല, ഇരട്ട സംഖ്യയാണ്. 25 പ്രൈം നമ്പർ ആണോ? അല്ല. 5 കൊണ്ട് ഹരിക്കാം. 1 25 അല്ലാതെ 5 വരുന്നുണ്ട്. 26 ഇരട്ട സംഖ്യയാണ്, പ്രൈം നമ്പർ അല്ല. 27 പ്രൈം നമ്പർ ആണോ? അല്ല. 1 ഉണ്ട്, 3 ഉണ്ട്, 9 ഉണ്ട്, അല്ലേ? പിന്നെ 27 ഉണ്ട്. അപ്പോൾ പറ്റത്തില്ല. 28 പ്രൈം നമ്പർ ആണോ? അല്ലേ അല്ല, ഇരട്ട സംഖ്യയാണ്. 29 പ്രൈം നമ്പർ ആണോ? അതെ. കാരണം 1ഉം 29ഉം മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ 20-നും 30-നും ഇടയ്ക്കെന്ന് പറയുമ്പോൾ 30 എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 23ഉം 29ഉം. അപ്പോൾ 2 പ്രൈം നമ്പറേ ഉള്ളൂ. ഏതൊക്കെയാണ്? 23ഉം 29ഉം. സോ ആൻസർ എത്രയാണ്? 2 എന്ന് കിട്ടും. 2 പ്രൈം നമ്പറേ ഉള്ളൂ 20-നും 30-നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകൾ എന്ന് പറയുമ്പോൾ. ഓക്കെ, 1 മുതൽ തുടർച്ചയായ 25 ഒറ്റ സംഖ്യകളുടെ തുക എത്ര? അപ്പം ഇങ്ങോട്ട് നോക്കിക്കേ. 1, 3, 5. 3 ഒറ്റ സംഖ്യകളല്ലേ? 3 ഒറ്റ സംഖ്യകളാണ്. തുടർച്ചയായ 3 ഒറ്റ സംഖ്യകൾ. ഇതിൻ്റെ തുക എത്ര? 5, 3, 8, 1, 9, അല്ലേ? 1 + 3 + 5 എത്ര കിട്ടി? 9. അപ്പം ഇത് എത്ര സംഖ്യകളാണ്? 3. തുടർച്ചയായ 3 ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ ഈ 3ൻ്റെ സ്ക്വയർ അങ്ങ് എടുത്താൽ മതി, 9. അപ്പോൾ തുടർച്ചയായ n ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുമ്പം n-ൻ്റെ സ്ക്വയർ ആയിരിക്കും ഉത്തരം. ഇവിടെ n എന്ന് പറയുമ്പോൾ എത്ര? 25. 25ൻ്റെ സ്ക്വയർ എത്ര മക്കളെ? 625. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. തുടർച്ചയായ n ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ ഇത് ഇച്ഛയാണ് കേട്ടോ, തുടർച്ചയായ. അപ്പോൾ തുടർച്ചയായ n ഒറ്റ സംഖ്യകളുടെ തുക എത്രയെന്ന് ചോദിച്ചാൽ n² 625. അപ്പോൾ തുടർച്ചയായ 10 ഒറ്റ സംഖ്യകളുടെ തുക എത്രയെന്ന് ചോദിച്ചാൽ 10ൻ്റെ സ്ക്വയർ 100. തുടർച്ചയായ 15 ഒറ്റ സംഖ്യകളുടെ തുക എത്രയെന്ന് ചോദിച്ചാൽ 15ൻ്റെ സ്ക്വയർ 225. മനസ്സിലായോ? അപ്പോൾ തുടർച്ചയായ n ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ n² കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സോ ആൻസർ എത്രയാണ്? 625. അടുത്ത ചോദ്യം, ഒരു ടാങ്ക് അതിൻ്റെ 4/3 ഭാഗം നിറഞ്ഞിരിക്കുന്നു. ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ, ടൈപ്പിങ്ങിൽ സംഭവിച്ചതാണ്, നിറഞ്ഞിരിക്കുന്നു. 5 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചാൽ, ഒഴിച്ചാൽ അതിൻ്റെ 5/4 ഭാഗം നിറയുമെങ്കിൽ ടാങ്കിൻ്റെ യഥാർത്ഥ വെള്ളം എത്ര? ടാങ്കിൻ്റെ യഥാർത്ഥ വെള്ളമല്ല, ടാങ്കിൻ്റെ യഥാർത്ഥ ശേഷി എത്ര? അപ്പോൾ ഒരു ടാങ്ക് അതിൻ്റെ 4/3 ഭാഗം ഇപ്പോൾ ഓൾറെഡി നിറഞ്ഞിരിക്കുക. നിങ്ങൾ ഒരു 5 ലിറ്റർ വെള്ളവും കൂടി ഒഴിച്ചാൽ അത് എത്രയാവും? 5/4 ആവും, അല്ലേ? അപ്പോൾ ഈ 3/4 എന്നുള്ളത് 4/5 ആകണമെങ്കിൽ എന്തുമാത്രം വെള്ളം ഒഴിക്കണം? 5 ലിറ്റർ ഒഴിക്കണം. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര വ്യത്യാസം വന്നു ഇത് തമ്മിൽ അങ്ങ് കുറച്ചാൽ മതി. സോ 4/5 മൈനസ് 3/4 നമ്മൾ കുറയ്ക്കുകയാണ്. അപ്പം 2 ഭിന്നസംഖ്യകൾ തമ്മിൽ കുറയ്ക്കുകയാണ്. 5 × 4 20. പിന്നെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 4 × 4 16, 5 × 3 15. അപ്പോൾ നമുക്ക് എത്ര കിട്ടും മക്കളെ? 1/20. അതായത് ഈ 3/4 എന്നുള്ളത് 4/5 ആവാൻ എത്ര ഇങ്ങോട്ട് കൂടി? 1/20 കൂടി. ആ 1/20 കൂടിയത് കൊണ്ടല്ലയോ 5 ലിറ്റർ വെള്ളം നമ്മൾ ഒഴിച്ചത്? നമ്മൾ 5 ലിറ്റർ വെള്ളം ഒഴിച്ചത് കൊണ്ടല്ലയോ 1/20 ഭാഗം? അതായത് ടാങ്കിൻ്റെ 1/20 ഭാഗം നിറയാൻ 5 ലിറ്റർ വെള്ളം ഒഴിക്കണം.
അല്ലേ? അപ്പോൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി എത്ര? അതായത് ഈ 1/20 എന്ന് പറഞ്ഞാൽ എന്താ? ടാങ്കിൻ്റെ കപ്പാസിറ്റിയെ 20 കൊണ്ട് ഹരിച്ചാൽ 5 കിട്ടുമെന്നല്ലേ? അപ്പോൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്തുവാ? ഇവിടെ ഹരിച്ചിരിക്കുന്ന 20 അപ്പുറത്ത് പോകും. സോ 5 × 20. ടാങ്കിൻ്റെ കപ്പാസിറ്റി എത്ര മക്കളെ? 100 ലിറ്റർ. ഒന്നുകൂടെ പറയാം, വളരെ എളുപ്പമാണ്. ടാങ്കിൽ ഇപ്പോൾ എത്ര ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു? 3/4 ഭാഗം വെള്ളം ഉണ്ടായിരുന്നു. നമ്മൾ ഒരു 5 ലിറ്റർ കൂടെ ഒഴിച്ചപ്പോൾ അത് 4/5 ആയി. അതായത് 3/4 4/5 ആവാൻ എത്ര കൂടി? ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ എടുത്തു. അപ്പോൾ നമുക്ക് മനസ്സിലായി 1/20 കൂടി. ഈ 1/20 കൂടാൻ കാരണം 5 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടാണ്. സോ 1/20 എന്ന് പറഞ്ഞാൽ 5 ലിറ്റർ ആണ്. അപ്പോൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി 1 എത്ര എന്ന് ആലോചിച്ചാൽ മതി. 5 × 20 100 ലിറ്റർ എന്ന് നമുക്ക് കിട്ടും. അടുത്ത ചോദ്യം. സോ ആൻസർ എത്ര? 100 ലിറ്റർ. അടുത്ത ചോദ്യം നോക്കാം. 0.45 എന്ന ദശാംശ സംഖ്യയുടെ ഭിന്നസംഖ്യാ രൂപം എത്ര? അപ്പോൾ 0.45 എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് മക്കളെ? 45/100 എന്നാണ് അല്ലേ? 45നെ 100 കൊണ്ട് ഹരിക്കുമ്പോഴല്ലേ 0.45 കിട്ടുക? അതെ. അതായത് ഇത്ര ആലോചിച്ചാൽ മതി. പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനങ്ങളുണ്ട്? 2. അപ്പോൾ എന്ത് ചെയ്യുക? ഈ സംഖ്യ അതേപോലെ അങ്ങ് എഴുതുക, 45. എന്നിട്ട് പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട്? 2 സ്ഥാനം. സോ 1 കഴിഞ്ഞ് 2 0. ഓക്കെ. അപ്പോൾ 45/100. ഈ 45/100 എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ നമുക്ക് ചെറുതാക്കി എഴുതാം. 45നെയും 100നെയും നമുക്ക് 5 കൊണ്ട് ഹരിക്കാം. 45നെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 9. 100നെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 20. സോ ആൻസർ എത്ര? 9/20. 9/20. സോ ആൻസർ 9/20. സോ അടുത്തത്, ഒരു സംഖ്യയോട് അതിൻ്റെ 10% കൂട്ടിയാൽ 66 ലഭിക്കും. സംഖ്യ എത്ര? ഒരു സംഖ്യയോട് അതിൻ്റെ 10% കൂട്ടിയാൽ 66 ലഭിക്കുമെങ്കിൽ സംഖ്യ ഏത്? അപ്പോൾ നമുക്ക് സംഖ്യ അറിയത്തില്ല അല്ലേ? നമുക്ക് നമ്പർ അറിയാമോ? അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഈ നമ്പറിനെ എത്രയായിട്ട് എടുത്തു? 100% എടുത്തു. അതിൻ്റെ കൂടെ എത്രയാണ് കൂട്ടുന്നത്? 10% അല്ലേ? സോ ആഡ് ചെയ്യാൻ പോകുന്നത് എത്രയാണ്? 10% കൂടെ കൂട്ടി. അപ്പോൾ എത്രയായി? പുതിയ വാല്യൂ എത്ര കിട്ടി? 110% കിട്ടി. അപ്പോൾ സംഖ്യയെ 100% എടുത്തു, കൂട്ടുന്നത് 10%. അപ്പോൾ എത്ര കിട്ടി? 110%. അങ്ങനെ കിട്ടിയതാണ് 66. അപ്പോൾ 110%ആണ് 66. സംഖ്യയെ 100% എടുത്തു, 10% അതിൻ്റെ കൂടെ കൂട്ടി, അപ്പോൾ 110% കിട്ടി. അപ്പോൾ 110% എന്ന് പറയുന്നതാണ് എത്ര മക്കളെ? 66. 110%മാണ് 66. സംഖ്യ ഏത്? സംഖ്യയെ എത്ര ആയിട്ടാണ് എടുത്തിരിക്കുന്നത്? 100%. 110% എത്ര? 66. അപ്പോൾ 100% എത്ര? 100% എത്ര എന്നല്ലേ കണ്ടുപിടിക്കണ്ടേ? പോട്ടെ, 100% പോട്ടെ. 1% എത്ര? 110 മുട്ടായിക്ക് 66 രൂപ. ഒരു മുട്ടായിയുടെ വില എത്ര? 66 / 110. ഇത് കണ്ടുപിടിക്കേണ്ട, ഇങ്ങനെ കിടന്നോട്ടെ. 1% കിട്ടി. നമുക്ക് വേണ്ട എത്ര? 100%. ഒരു മുട്ടായിയുടെ വില 66 / 110 ആണെങ്കിൽ 100% എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 66 / 110 × 100. അപ്പോൾ ഇതാ ഈ 0യും കട്ട് ചെയ്ത് പോകും. സോ 6 × 10. 6 എങ്ങനെ കിട്ടി? 66നെ 11 കൊണ്ട് ഹരിച്ചു. 6 × 10 എത്ര? 60 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ആൻസർ എത്ര? 60. ശരിയാണോ? അല്ലാതെ ഇവിടെ പോകാൻ. സോ ആൻസർ 60. അടുത്ത ചോദ്യം. റസിയ ഒരു അലമാര വാങ്ങിയപ്പോൾ എന്നാണ് കേട്ടോ. വാങ്ങിയപ്പോൾ 6% വിലക്കിഴിവ് കിട്ടി. 780 രൂപയാണ് കുറഞ്ഞത്. എത്ര രൂപയാണ് റസിയ കൊടുത്തത്? ഇതാണ് ചോദ്യം. അപ്പോൾ റസിയ ഒരു അലമാര വാങ്ങിക്കാൻ പോയി കേട്ടോ. അപ്പോൾ റസിയ അലമാര വാങ്ങിക്കാൻ പോയപ്പോൾ ഈ അലമാരയുടെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്ന വില മാർക്ക്ഡ് പ്രൈസ് അല്ലെ MRP എന്ന് പറഞ്ഞു. അതറിയത്തില്ല. ഞാൻ അതിനെ 100% എടുത്തു. കടക്കാരൻ പറഞ്ഞു ഞാൻ ചേച്ചിക്ക് 6% ഡിസ്കൗണ്ട് തരാം. അപ്പോൾ റസിയയ്ക്ക് കിട്ടിയ ഡിസ്കൗണ്ട് എത്ര? 6%. അപ്പോൾ റസിയ കൊടുക്കുന്ന പൈസ എത്ര? 100 രൂപയുടെ സാധനം 6 രൂപ കുറച്ച് തന്നാൽ റസിയ എത്ര കൊടുത്താൽ മതി? സെല്ലിംഗ് പ്രൈസ് എത്ര? 94% റസിയ കൊടുത്താൽ മതി. 780 രൂപയാണ് കുറഞ്ഞത് എന്ന് പറയുമ്പോൾ ഡിസ്കൗണ്ട് കിട്ടിയത് എത്രയാണ്? 780 ആണ്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? 6% എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 780. 6% എന്ന് പറയുന്നത് എത്രയാണ്? 780 ആണ്. 6% എത്ര എന്ന് കിട്ടി? 780 ആണെന്ന് കിട്ടി. ഇനി ഇവിടെ എന്താ കണ്ടുപിടിക്കണ്ടേ?
നമുക്ക് വേണമെങ്കിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടി 1% അങ്ങ് കണ്ടുപിടിച്ച് വെച്ചേക്കാം. 1% കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. അപ്പം 780 ഡിവൈഡഡ് ബൈ 6 ഇവിടെ വെച്ച് തന്നെ ഹരിക്കുക. 7ൽ 6 ഒരു പ്രാവശ്യം, പിന്നെ ബാക്കി 1 8 ഇടാകുമ്പോൾ 18ൽ 6 3 പ്രാവശ്യം, പിന്നെ ആ 0. സോ 1% എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 130 എന്ന് കിട്ടി. കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? എത്ര രൂപയാണ് റസിയ കൊടുത്തത്? എല്ലാവരും എന്ത് ചെയ്യുമെന്ന് അറിയുമോ? ചാടി കയറി 100% കണ്ടുപിടിക്കും. അതിൻ്റെ ആവശ്യമില്ല. റസിയ കൊടുത്തത് എത്രയാണ്? 1% എത്ര? 1% എത്ര? 130. 1% എത്ര? 130. കണ്ടുപിടിക്കേണ്ടത് എന്താ? റസിയ കൊടുത്തിട്ട് 94% അല്ലേ? 100 രൂപ വിലയുള്ള അലമാരയായിരുന്നു. 6 കുറച്ച് 94 കിട്ടി. 1% എന്ന് പറഞ്ഞാൽ 130 അപ്പോൾ 94% എത്ര എന്നല്ലേ കണ്ടുപിടിക്കണ്ടേ? അതെ, 130 × 94. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 12,220 രൂപ എന്ന് ആൻസർ കിട്ടും. 12,220. അടുത്ത ചോദ്യം 45 km/h വേഗതയിൽ ഓടുന്ന ഒരു ട്രെയിൻ 4 മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കും? വളരെ എളുപ്പമാണ് ഇത് കണ്ടുപിടിക്കാൻ. നമ്മൾ വിചാരിക്കും എന്തോ വലിയ സംഭവമാണെന്ന്. ഒന്നുമില്ല മക്കളെ. 45 km വേഗതയിൽ ഓടുന്ന ഒരു ട്രെയിൻ 4 മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കും? ഈ 45 km/h എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എത്ര? 60 മിനിറ്റിൽ 45 കിലോമീറ്റർ എന്നല്ലേ? അതെ. നമുക്കെന്തോ കണ്ടുപിടിക്കണ്ടേ? 4 മിനിറ്റിൽ എത്ര ആണെന്ന്. 1 മണിക്കൂറിൽ 45, അതാണ് ഞാൻ ഈ 60 മിനിറ്റിൽ 45 കിലോമീറ്റർ. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് അല്ലേ? അതെ, 60 മിനിറ്റിൽ 45 കിലോമീറ്റർ. 4 മിനിറ്റിൽ എത്ര? എളുപ്പമാണ്. 60 4 ആവാൻ എന്തോ ചെയ്യണം? 15 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 15 കൊണ്ട് ഹരിച്ചാൽ മതി. 45നെ 15 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും മക്കളെ? 3 കിലോമീറ്റർ. കണ്ടോ എന്ത് എളുപ്പം നമുക്ക് ആൻസറിലേക്ക് വരാം. മനസ്സിലാലോചിച്ച് നമുക്ക് ചെയ്യാം. മനസ്സിലാലോചിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് ഈ ആൻസറിലേക്ക് വരാം. ഓക്കെ ആണോ? യെസ്. സോ വളരെ പെട്ടെന്ന് നമ്മൾ ഈ 10 ചോദ്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. സോ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മക്കളെ, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. സോ ബാക്കി നമുക്ക് അടുത്ത ദിവസം.